ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റലിൻ്റെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്ലക്സേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നു. മൾട്ടിപ്ലക്സേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു? 2:1 മൾട്ടിപ്ലക്സർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ 4:1 മൾട്ടിപ്ലക്സർ നമ്മൾ ഡിസ്കസ് ചെയ്തു. 8:1 മൾട്ടിപ്ലക്സർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16:1 മൾട്ടിപ്ലക്സറെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ മൾട്ടിപ്ലക്സർ എന്താ നമുക്കറിയാം. മെനി ടു വൺ കൺവേർഷനാണ് മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൾട്ടിപ്ലക്സേഴ്സ് അഥവാ മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ നമ്മളൊരു സിംഗിൾ ലൈൻ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലേ? ഔട്ട്പുട്ടിലോട്ട് നമ്മൾ എത്തിക്കുന്നു. ഓരോരോ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒരു ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ സെലക്ട് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിനെ തിരഞ്ഞെടുത്തിട്ട് അത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്, അല്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 16:1 മൾട്ടിപ്ലക്സർ അഥവാ 16:1 മക്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് നോക്കൂ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 16:1 അഥവാ 16:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ്. 16:1 അല്ലേ, മൾട്ടിപ്ലക്സർ അല്ലേ എന്ന് വെച്ചാൽ 16 ഇൻപുട്ടും 1 ഔട്ട്പുട്ടുമാണ്. അതാണ് ഫിഗറിനകത്ത് കൊടുത്തിട്ടുള്ള A0 മുതൽ A15 വരെ നമ്മൾ കൊടുത്തു. ഞാൻ ഇവിടെ A0 ആണ് അസൈൻ ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ D0 കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ മക്സിലും നമ്മൾ D0 ആണ് കൊടുത്തത് എന്ന് വെച്ചിട്ട് ഇതന്നെ കൊടുക്കണം എന്നില്ല, ഏത് വാല്യൂം കൊടുക്കാം കേട്ടോ. നിങ്ങൾ എന്താണോ അസൈൻ ചെയ്യുന്നത് അത് കൊടുക്കാം. X0 കൊടുക്കാം, Y0 കൊടുക്കാം, A0 കൊടുക്കാം, D0 കൊടുക്കാം. ഞാനിവിടെ A0 എന്ന് കൊടുത്തു. അപ്പോൾ A0, A1, A2, A3, A4, A5, A6, A7, 8, 9, 10, 11, 12, 13, 14, 15 അങ്ങനെ 16 ഇൻപുട്ടുകളും 4 സെലക്ട് ലൈൻസുകളുമാണുള്ളത്. താഴെ കണ്ടോ, S0, S1, S2, S3 അങ്ങനെ 4 സെലക്ട് ലൈൻസുമാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. നമ്മൾ 8 S0, S1, S2, S3 അല്ലേ? നമ്മൾ 8:1 മക്സ് പഠിച്ച സമയത്ത് നമുക്ക് എത്ര സെലക്ട് ലൈൻസ് ഉണ്ടായിരുന്നു? 3 സെലക്ട് ലൈൻസ് എന്ന് വെച്ചാൽ 2⁻³ അല്ലേ? നോക്കൂ, 2⁻³ എന്ന് പറഞ്ഞാൽ എന്താ, 8 അല്ലേ? അപ്പോൾ 8:1 മക്സിൽ 3 സെലക്ട് ലൈൻസ്. അതേപോലെ 2⁻⁴ = 16. അപ്പോൾ 16:1 മക്സിൽ 4 സെലക്ട് ലൈൻസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ലൈൻസിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം, S0, S1, S2, S3 എന്ന് പറയുന്ന 4 സെലക്ട് ലൈൻസ് ഉണ്ട്. A0 മുതൽ A15 വരെ ഇൻപുട്ടുമുണ്ട്, ഒരു സിംഗിൾ ഔട്ട്പുട്ടുമുണ്ട്. ഇതാണ് മൾട്ടിപ്ലക്സറിൻ്റെ ഫിഗർ. 16:1 മക്സിൻ്റെ ഫിഗർ ഇതാണ്, ഈ കാണിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കൂ, ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞത്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ 4 സെലക്ട് ലൈൻസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 16 കോമ്പിനേഷൻസ് നമ്മൾ എഴുതുന്നു. S0, S1, S2, S3 എന്ന് പറഞ്ഞിട്ടുള്ള 4 നമ്മൾ മുകളിൽ എഴുതി. ഇതാണ് ഇൻപുട്ടിൻ്റെ സെക്ഷൻ. ഈ കാണിച്ചിട്ടുള്ളതാണ് ഇൻപുട്ടിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻപുട്ട് സെക്ഷൻ. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ അഥവാ Y എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്തും, കോമ്പിനേഷൻസ് എഴുതും. നമുക്കറിയാവുന്നതല്ലേ, കോമ്പിനേഷൻസ് എഴുതാനറിയാം. 0 0 0 0 നമ്മൾ 4 പ്രാവശ്യം എഴുതും. 0 1 0 1 എന്ന് 4 പ്രാവശ്യം എഴുതുന്നു. 1 0 4 സെറ്റ് എഴുതുന്നു. 1 1 4 സെറ്റാക്കി എഴുതും. വീണ്ടും നമ്മൾ എന്ത് ചെയ്തും, 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1 അങ്ങനെ കോമ്പിനേഷൻസ് നമ്മൾ എന്ത് ചെയ്തും, വീണ്ടും ലാസ്റ്റത്തെ 2 ബിറ്റ് നമ്മൾ കോമ്പിനേഷൻസ് ആക്കി എഴുതും, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നാമത്തെ കോമ്പിനേഷൻ ആവുമ്പോൾ ഒന്നാമത്തെ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, A0 ആയിരിക്കും. അഥവാ D0 ആണെങ്കിൽ D0 ആയിരിക്കും. രണ്ടാമത്തെ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് A1, മൂന്നാമത്തേത് A2. അതായത് 0 മുതൽ 15 വരെയാണ്. അങ്ങനെയാണ് 16 ഇൻപുട്ടുകൾ കേട്ടോ. അല്ലാതെ 1 2 3 എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, A0യിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, A0 മുതൽ A15 വരെയുള്ളത് കിട്ടും. ശ്രദ്ധിച്ചോളൂ, കോമ്പിനേഷൻസ് അറിയില്ലേ? 0 0 നമ്മൾ 4 പ്രാവശ്യം എഴുതും, അല്ലേ? 0 0 4 പ്രാവശ്യം നമ്മൾ ആദ്യം എഴുതും. പിന്നെ 0 1 4 പ്രാവശ്യം ഇതേപോലെ എഴുതും. 1 0 4 പ്രാവശ്യം എഴുതും. 1 1 4 പ്രാവശ്യം എഴുതും, അല്ലേ? എന്നിട്ട് 2 ഇൻപുട്ട് കിട്ടും. അവസാനത്തെ 2 ബിറ്റ് എങ്ങനെ എഴുതുക, 0 0 0 1 1 0 0 0 1 1
കണ്ടോ, ഇങ്ങനെയാണ് അവസാനത്തെ ബിറ്റുകൾ നമ്മൾ എഴുതാറ്. ഇതേപോലെ നമ്മൾ അടുത്തത് എഴുതും. ഇത് 00ൻ്റെ 4 നമ്മൾ എഴുതി. അടുത്ത 01 01 01 01 01 എന്ന് നമ്മൾ 4 പ്രാവശ്യം എഴുതും. എന്നിട്ട് അവസാനത്തെ 2 ബിറ്റോ 00 01 10 11. കണ്ടോ, അങ്ങനെ നമ്മൾ രണ്ടാമത്തേതും എഴുതും. ഇതുപോലെ ഇനി മൂന്നാമത്തേത് 10 10 10 10 എന്നത് എഴുതും. അവസാനത്തെ 2 ബിറ്റ് 00 01 10 11 എന്ന് നമ്മൾ വീണ്ടും എഴുതും. ഇനി നമ്മുടെ ഫൈനലായിട്ടുള്ള ബിറ്റ് 11 11 11 11 നമ്മൾ 00 01 10 11 11 എന്ന് നമ്മൾ വീണ്ടും എഴുതും. ഇങ്ങനെയാണ് നമ്മൾ 16 കോമ്പിനേഷൻസ് ചെയ്താൽ. അങ്ങനെ നമ്മൾ A0 മുതൽ A15 വരെ നമ്മൾ എന്ത് ചെയ്തും, വാല്യൂ നമ്മൾ A0 മുതൽ A15 വരെ നമ്മൾ എഴുതും. അങ്ങനെ 16 ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്. എന്തിൻ്റെ 16:1 മൾട്ടിപ്ലക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടിപ്ലക്സേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ആപ്ലിക്കേഷൻസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മെനി ടു വൺ കൺവേർഷനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറയുക. അതായത് മെനി ടു വൺ, ഒരുപാടുള്ളതിനെ ഒന്നാക്കി മാറ്റും അല്ലേ, അതാണ് മക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ആണ് ഇറ്റ് റെഡ്യൂസസ് നമ്പർ ഓഫ് വയേഴ്സ്. ഇതിനകത്ത് എന്താ, നമ്പർ ഓഫ് വയേഴ്സ് അത് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്പർ ഓഫ് വയേഴ്സ് കുറവ് യൂസ് ചെയ്താൽ മതി. രണ്ടാമത്തേത് ഇറ്റ് റെഡ്യൂസസ് സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റും കുറയ്ക്കുന്നുണ്ട്. അതുപോലെ സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി നമുക്കത് കുറച്ച് തരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ കോംപ്ലക്സിറ്റി അല്ല അത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ലോജിക്കാണ് പറയുന്നത്. സർക്യൂട്ട് കോംപ്ലക്സിറ്റി അഥവാ സർക്യൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അത്ര വലിയ ടാസ്ക് അല്ല എന്നാണ്, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ കോസ്റ്റും എന്താ, അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ് നോക്കൂ, ഇറ്റ് സിംപ്ലിഫൈസ് ലോജിക് ഡിസൈൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ, അത് ലോജിക് ഡിസൈൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ മാർക്സിനകത്ത് ഫൈനലായിട്ടുള്ള ഇക്വേഷൻസ് y=2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറില്ലേ, അതെന്താ, അത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ആ ഒരു ലോജിക് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി അതെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് തരാൻ നമുക്ക് ചെയ്യാം. അതല്ലാത്ത കേസ് നമുക്ക് എന്തുണ്ടാവുക, ഇത് K-മാപ്പ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നു, അതിനകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, ലോജിക് ഡിസൈൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരുന്നുണ്ട്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വി ക്യാൻ ഇംപ്ലിമെൻറ്റ് മെനി കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസിങ് മക്സ്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സർക്യൂട്ടിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. അങ്ങനെ ഒരുപാട് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് നമുക്ക് മക്സ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിപ്ലക്സേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യം. ഒന്നാമത്തെ നമ്പർ ഓഫ് വയർ റെഡ്യൂസ് ചെയ്യുന്നു, ഇറ്റ് റെഡ്യൂസസ് സർക്യൂട്ട് കോംപ്ലക്സിറ്റി. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് വീണ്ടും എഴുതാം, ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ്. അടുത്തത് നമുക്ക് എന്തെഴുതാം, ഇറ്റ് സിംപ്ലിഫൈസ് ലോജിക് ഡിസൈൻ. ആൻഡ് ഫൈനലി വി ക്യാൻ ഇംപ്ലിമെൻറ്റ് മെനി കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് മൾട്ടിപ്ലക്സേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് നോക്കൂ, ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലക്സറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പം ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലക്സറിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സപ്പോസ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, നോർമൽ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ഫേസ് ടു ഫേസ് ആവട്ടെ, എന്തായാലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഫർമേഷനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് സപ്പോസ് ഇപ്പം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരാൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ, അങ്ങനത്തെ ഒരു സിസ്റ്റം. ഇനിയിപ്പോൾ സപ്പോസ് ത്രൂ ടെലിഫോൺ ആവട്ടെ, എന്തൊരു വേ ഓഫ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമ്മൾ ആപ്ലിക്കേഷനായിട്ട് മൾട്ടിപ്ലക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
അതാണ് ഒന്ന്. ഇനി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലല്ല കേട്ടോ, ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഫേസ് ടു ഫേസ് എന്നത്. അതിനകത്ത് നമ്മൾ മൾട്ടിപ്ലക്സ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരിട്ട് സംസാരിക്കല്ലേ, അതല്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ലൈക്ക് ടെലിഫോൺ നെറ്റ്വർക്ക് അങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്താ മക്സ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ടെലിഫോൺ നെറ്റ്വർക്ക്, പിന്നെ കമ്പ്യൂട്ടർ മെമ്മറി, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മൾട്ടിപ്ലക്സർ. നാലാമത്തെ നോക്കൂ, ട്രാൻസ്മിഷൻ ഫ്രം ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് എ സാറ്റലൈറ്റിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻസ് നമ്മൾ ആപ്ലിക്കേഷൻ എന്താ യൂസ് ചെയ്യുന്നത്, മക്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് അഡ്വാൻറ്റേജസും അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസും ഉള്ളൊരു ഒരു സിസ്റ്റമാണ് മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ മക്സിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിൻറ്റും ഈ 5 പോയിൻറ്റും എഴുതുക. അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലക്സേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് എന്ത് മക്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ആപ്ലിക്കേഷൻസും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലക്സേഴ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇത്രയാണ് മൾട്ടിപ്ലക്സേഴ്സിനകത്ത് പഠിക്കാനുള്ളത്. മക്സ് എന്താണെന്ന് പഠിച്ചു, 2:1 മക്സ് പഠിച്ചു, 4:1 മക്സ് പഠിച്ചു, 8:1 മക്സ് പഠിച്ചു, 16:1 നമ്മളിപ്പോൾ പഠിച്ചു. അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിപ്ലക്സറും പഠിച്ചു, ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലക്സറും പഠിച്ചു. ഇനി നമ്മുടെ അടുത്ത മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ഡീമൾട്ടിപ്ലക്സേഴ്സ്. മക്സ് അഥവാ മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താ, മൾട്ടിപ്ലക്സറിൻ്റെ ഓപ്പോസിറ്റ് മൾട്ടിപ്ലക്സറാണ്. മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ് എന്ത്, മക്സ് അഥവാ മൾട്ടിപ്ലക്സേഴ്സ്. നോക്കിക്കോളൂ, എ മൾട്ടിപ്ലക്സർ ഓർ എ മക്സ് ഈസ് എ ഡിവൈസ് ദാറ്റ് ടേക്സ് എ സിംഗിൾ ഇൻപുട്ട് ലൈൻ ആൻഡ് റൂട്ട് ഇറ്റ് ടു വൺ ഓഫ് ദ സെവറൽ ഡിജിറ്റൽ ഔട്ട്പുട്ട് ലൈൻസ്. അപ്പോൾ മൾട്ടിപ്ലക്സറിനകത്ത് എന്താ ചെയ്യുന്നത്, മക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മക്സ് എന്താ ചെയ്തിരുന്നത്, മെനി ടു വൺ കൺവേർഷനാണ് മൾട്ടിപ്ലക്സർ ചെയ്യുന്നത്. മെനി ഒരുപാട് ഡാറ്റകൾ സിംഗിൾ ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. മൾട്ടിപ്ലക്സർ ആണെങ്കിൽ എന്താ, സിംഗിൾ ടു മെനി, വൺ ടു മെനിയാണ് എന്ത്, മക്സ് എന്ന് പറഞ്ഞത്. മക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എ മൾട്ടിപ്ലക്സർ ഓർ മക്സ് ഈസ് എ ഡിവൈസ് ദാറ്റ് ടേക്സ് എ സിംഗിൾ ഇൻപുട്ട് ലൈൻ, ഒരു സിംഗിൾ ഇൻപുട്ട് ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആൻഡ് റൂട്ട് ഇറ്റ് ടു വൺ ഓഫ് ദി സെവറൽ ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻപുട്ടിനെ ഒരുപാട് ഔട്ട്പുട്ടാക്കി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നതാണ് മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ മക്സിൻ്റെ ഓപ്പറേഷൻ. ഓക്കെ, അടുത്ത് നോക്കൂ, മൾട്ടിപ്ലക്സർ ഓഫ് 2n ഔട്ട്പുട്ട് ഹാസ് n സെലക്ട് ലൈൻസ്. അതായത് 2n ഔട്ട്പുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, n സെലക്ട് ലൈനുകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. സപ്പോസ് 2⁻³ ഔട്ട്പുട്ട് ലൈൻസ് ആണ് നമുക്ക് മക്സിനകത്ത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2⁻³ എന്ന് പറഞ്ഞാൽ എന്താ, 3 സെലക്ട് ലൈൻസ് ആയിരിക്കും നമുക്ക് അതിനകത്ത് കാണപ്പെടുന്നത്. മക്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ 2⁻4 ഇൻപുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 സെലക്ട് ലൈൻസ് ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ ഇവിടെ 2⁻4 ഇൻപുട്ട് അല്ല, 2⁻4 ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ ആ 4 സെലക്ട് ലൈൻസ് ആയിരിക്കും നമുക്ക് മക്സിനകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, these are used to select which output line to send the input. ഇതെന്തിനാ ഈ സെലക്ട് ലൈൻസ് യൂസ് ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഔട്ട്പുട്ട് ലൈനാണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുക, സെലക്ട് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എ മൾട്ടിപ്ലക്സർ ഈസ് ഓൾസോ കോൾഡ് എ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ. മക്സിനെ നമ്മൾ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് പെർഫോംസ് റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലക്സർ. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, അതെന്താ, മൾട്ടിപ്ലക്സറിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻസ് ആണത് പെർഫോം ചെയ്യുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മക്സ്. ദേ ആർ 1:2 മക്സ്, 1:4 മക്സ്, 1:8 മക്സ്, 1:16 മക്സ് ആൻഡ് സോ ഓൺ. നമ്മൾ മൾട്ടിപ്ലക്സർ പഠിച്ച പോലെ തന്നെ എന്താ, നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നത് 2:1 മക്സ് ആണ്, 4:1 പഠിച്ചു, 8:1 ആൻഡ് 16:1 എന്ന് വെച്ചാൽ 2 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്, 4 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്, 8 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് ആൻഡ് ഫൈനലി 16 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും അല്ലേ, അതാണ് മക്സ്. അതുപോലെ മൾട്ടിപ്ലക്സറിനാണെങ്കിൽ നമ്മൾ 1:2, 1 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്, 1:4, 1 ഇൻപുട്ട് 4 ഔട്ട്പുട്ട്, 1:8, 1 ഇൻപുട്ട് 8 ഔട്ട്പുട്ട്, ആൻഡ് ഫൈനലി 1:16,
1 ഇൻപുട്ട് ആൻഡ് 16 ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ DMUXനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മൾട്ടിപ്ലക്സർ പഠിച്ച അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളും ഡീമൾട്ടിപ്ലക്സറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിച്ചോളൂ. 1:2 ഡീമൾട്ടിപ്ലക്സർ അഥവാ 1:2 DMUX ആണെന്നാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നോക്കൂ. എ 1 to 2 ഡീമൾട്ടിപ്ലക്സർ കൺസിസ്റ്റ് ഓഫ് 1 ഇൻപുട്ട് ലൈൻ, 2 ഔട്ട്പുട്ട് ലൈൻസ് ആൻഡ് 1 സെലക്ട് ലൈൻ. അല്ലേ, ഒരു 1:2 DMUXനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? ഫിഗർ നോക്കൂ. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഫിഗർ കണ്ടോ? ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഇൻപുട്ട് ഉണ്ട്. 1:2 അല്ലേ, എന്ന് വെച്ചാൽ 1 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. ഇൻപുട്ട് ഇൻ എന്ന് പറഞ്ഞ ഇൻപുട്ട് DMUXനകത്തോട്ട് കൊടുക്കുന്നു. DMUX എന്ത് ചെയ്യുന്നു? നമുക്ക് 2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ള Y0 ആൻഡ് Y1. 2 ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. ആൻഡ് S0 എന്ന് പറഞ്ഞിട്ടുള്ള എന്തുണ്ട്? ഒരു സെലക്ട് ലൈനും നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? S0യിൽ നമ്മൾ കൊടുക്കുമ്പോൾ Y0 Y1 എന്ന് പറഞ്ഞ 2 ഔട്ട്പുട്ടില്ലേ, ഈ 2 ഔട്ട്പുട്ടിലും കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡാറ്റ എവിടെയാണ് കിട്ടുന്നത് എന്നാണ് കാണിക്കുന്നത്. മക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് DMUXനകത്ത് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോളൂ. ദ സിഗ്നൽ ഓൺ ദ സെലക്ട് ലൈൻ ഹെൽപ്സ് ടു സ്വിച്ച് ദ ഇൻപുട്ട് ടു വൺ ഓഫ് ദ 2 ഔട്ട്പുട്ട്സ്. ഈ സെലക്ട് ലൈൻസിലുള്ള ഈ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ടിനെ സ്വിച്ച് ചെയ്യാൻ സഹായിക്കും. ടു വൺ ഓഫ് ദി 2 ഔട്ട്പുട്ടിലോട്ട് നമ്മൾ ഇൻപുട്ടിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി അതെന്ത് ചെയ്യും? സഹായിക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ട്രൂത്ത് ടേബിൾ കൊണ്ടോ? ഇതിനകത്ത് നോക്കൂ, സെലക്ട് ലൈൻസ് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട് അല്ലേ. എസ് എന്ന് പറഞ്ഞ സെലക്ട് ലൈൻ ഉണ്ട്, ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് ഉണ്ട്, അഥവാ ഡാറ്റ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സെലക്ട് ലൈന് 0 ആണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന S0 എന്നത് എന്താ? 0 ആണെങ്കിൽ 0 ആണെങ്കിൽ നോക്കൂ, സെലക്ട് ലൈന് 0യും അതേപോലെ തന്നെ D എന്ന് പറഞ്ഞത് 0യുമാണെങ്കിൽ, ഈ കാണിച്ചിട്ടുള്ള രണ്ടും 0 ആണ് എന്നുണ്ടെങ്കിൽ, 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് Y1ഉം Y0യും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത്. അടുത്ത് നോക്കൂ, S0-1 കോമ്പിനേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് വീണ്ടും 0-1 ആയിട്ട് നമുക്ക് കിട്ടും. മൂന്നാമത്തെ സെലക്ട് ലൈൻ 1-0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടുക? 0-0 ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. നാലാമത്തേത് 1-1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1-0 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടും? ഇതിനകത്ത് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീമൾട്ടിപ്ലക്സറിനകത്ത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതുപോലെ സെലക്ട് ലൈൻസിനും നമ്മൾ കോമ്പിനേഷൻസ് കൊടുക്കുന്നു. അങ്ങനെ രണ്ടിനകത്തും നമ്മൾ കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ Y1 Y0 ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 0-0 എസും ഡിയും 0-0 കൊടുത്താൽ Y1ഉം Y0യും നമുക്ക് 0-0 ആയിട്ട് കിട്ടും. ഇനി എസും ഡിയും 0-1ഉമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 0-1 കിട്ടും. 1-0 ആണെങ്കിൽ 0-0 ആണ്, 1-1 ആണെങ്കിൽ 1-0 ആണ്. ഇതാണ് ഡീമൾട്ടിപ്ലക്സറിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രൂത്ത് ടേബിൾ എന്ത് ചെയ്യുക? 1:2 മൾട്ടിപ്ലക്സറിനകത്തോട്ട് നിങ്ങൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 1:4 മൾട്ടിപ്ലക്സറും 1:8 മൾട്ടിപ്ലക്സറും 1:16 മൾട്ടിപ്ലക്സറും നമുക്ക് വരയ്ക്കാനുണ്ട്. അത് ഒന്നും കൂടി സിമ്പിളായിട്ടുള്ള ട്രൂത്ത് ടേബിളാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. നോക്കൂ, 1:2 DMUXൻ്റെ ഈ കാണുന്ന ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇതിനകത്ത് നമ്മൾ വരയ്ക്കണം. കണ്ടോ? ഇനി ഈ ട്രൂത്ത് ടേബിൾ നോക്കണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇൻപുട്ട് നോക്കൂ, എസ് എന്ന് പറഞ്ഞ ലൈന് കണ്ടില്ലേ? അതേപോലെ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലൈനും നമ്മൾ കാണുന്നുണ്ട്. എസിൻ്റെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ് ഈ കാണുന്നത്. എസിൻ്റെ 0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ് ഈ നോട്ട് ഗേറ്റ് വരച്ചിട്ടുള്ളത് കാണുന്നത് അല്ലേ. അപ്പോൾ S0 ആണെങ്കിൽ ഡിയും 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. Y0 എന്ന് നമുക്ക് കിട്ടി അല്ലേ. രണ്ടാമത്തെ S0 ആണ്, D1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Y1 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇത് തന്നെയല്ലേ നമ്മൾ 1:2 2:1 മക്സിലും പറഞ്ഞത്. S0യും D1ഉം ആണെങ്കിൽ, 0യും 1ഉം ആണെങ്കിൽ Y0 എന്ന് കിട്ടും. S1 ആണ്, Dയും 1 ആണെങ്കിൽ നമുക്ക് Y1 എന്ന് കിട്ടും. 2 കോമ്പിനേഷൻസ് വെച്ചിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇതെന്താ 4 ഇൻപുട്ട് ഞാൻ കൊടുത്ത കാരണമാണ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണത്. 2 എണ്ണം കൊടുത്തു തന്നെ നിങ്ങൾക്കറിയില്ലേ. ഇതിപ്പോൾ സപ്പോസ് നോക്കൂ, S1 അല്ലേ, ഇതിനകത്തുനിന്ന് ഈ ലൈന് കാണിക്കുന്നത് 1ൻ്റെ ലൈനല്ലേ, അതേപോലെ ഈ നോട്ട് ചെയ്ത് പോകുന്നത് കാണിക്കുന്നത് 0ൻ്റെ ലൈന്. അപ്പം S0യും D0യുമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Y0 കിട്ടും.
അടുത്ത് നമുക്ക് y1 കിട്ടും അല്ലേ. നമ്മൾ നേരെ മൾട്ടിപ്ലെക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. മൾട്ടിപ്ലെക്സർ എന്താ, ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ തിരിച്ചിട്ടാണ് എടുക്കുന്നതെന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതാണ് 1:2 ഡി മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം, അതുപോലെ ട്രൂത്ത് ടേബിളും. ഇനി നമ്മുടെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ 1:4 ഡി മൾട്ടിപ്ലെക്സറാണ്. 4:1 മക്സ് പഠിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ 1:4 ഡി മൾട്ടിപ്ലെക്സർ. ഇതൊന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡി മൾട്ടിപ്ലെക്സറാണ്. നോക്കിക്കോളൂ, 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ള ഡി മൾട്ടിപ്ലെക്സറിനെയാണ് നമ്മൾ 1:4 ഡി മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടുമാണ്. 4 ഔട്ട്പുട്ടിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് y0, y1, y2, y3 എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 2 സെലക്ട് ലൈൻസ് ഉണ്ട്, S1, S0 എന്ന് പറഞ്ഞ 2 സെലക്ട് ലൈനുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഇൻപുട്ടായിട്ടുള്ള ഡി ഇതിന് മക്സിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, 1:4 ആണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 4 ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ സെക്ഷനിൽ വരച്ചിട്ടുള്ള y0, y1, y2, y3. ഈ കാണുന്ന 4 ഔട്ട്പുട്ടാണ് വരച്ചിട്ടുള്ളത്. S0, S1 എന്ന് പറഞ്ഞ 2 സെലക്ട് ലൈൻസും ഡാറ്റ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് സെക്ഷനും. ഇതിൽ നോക്കൂ, ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഡി എന്ന് അടയാളപ്പെടുത്തു, ഡി അല്ലാതെ നമ്മൾ ഡി എന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സെലക്ട് ലൈൻസ് ഏതൊക്കെയാണ്, S1 ഉണ്ട്, S0 ഉണ്ട് അല്ലേ. കോമ്പിനേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 0, 0, 0, 1, 1, 0, 1, 1 4 കോമ്പിനേഷൻസ് ആണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിളാണ്. എല്ലാ ഔട്ട്പുട്ടും നമ്മൾ എഴുതും, y3, y2, y1, y0 എല്ലാ ഔട്ട്പുട്ടും നമ്മൾ എഴുതും. നോക്കിക്കോളൂ, 0, 0 ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് y0 ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് നമുക്ക് y0യിൽ കിട്ടുന്നു. 0, 1 ആണ് നമ്മൾ കൊടുക്കുന്ന കോമ്പിനേഷൻ എങ്കിൽ ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് നമ്മൾ y1ൽ കിട്ടുന്നു. 1, 0 ആണ് എന്നുണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് നമുക്ക് y2ൽ കിട്ടുന്നു. 1, 1 ആണ് നമ്മുടെ കോമ്പിനേഷൻ എന്നുണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് y3ൽ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത്, ഡയഗണലായിട്ടാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ. ആദ്യം നമുക്ക് 0, 0 ആണെങ്കിൽ നമുക്ക് y0യിൽ കിട്ടുന്നു. 0, 1 ആണെങ്കിൽ നമുക്ക് y1ൽ ഡി കിട്ടുന്നു. 1, 0 ആണെങ്കിൽ നമുക്ക് y2ൽ ഡി കിട്ടുന്നു. 1, 1 ആണെങ്കിൽ നമുക്ക് y3യിൽ ഡി കിട്ടുന്നു. അപ്പോൾ ഡയഗണലായിട്ട് നമുക്ക് ഡി ആണ് കിട്ടിയത്. ഈ കിട്ടിയത് ഡി, ഇതും ഡി, ഇതും ഡി, ഇതും ഡി. ഡയഗണലായിട്ട് നമുക്ക് എന്ത് കിട്ടി, ഡി എന്ന് പറഞ്ഞ ഡാറ്റ നമുക്ക് ഡയഗണലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതാണ് നമ്മുടെ ഡി മൾട്ടിപ്ലെക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞ സാധനം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അതാണ് നമ്മുടെ അടുത്ത സെക്ഷനിൽ കാണുന്നത്. നോക്കൂ, ഡി മൾട്ടിപ്ലെക്സർ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് 1 ഇൻപുട്ട്, 2 സെലക്ട് ലൈൻസ് ആൻഡ് 4 ഔട്ട്പുട്ട് അല്ലേ. 4 ഔട്ട്പുട്ട് ഉണ്ട്, 1 ഇൻപുട്ട് ഉണ്ട്, 2 സെലക്ട് ലൈൻസ് ഉണ്ട്. സാധാ നമ്മുടെ മക്സ് വരയ്ക്കുന്ന അതേപോലെ തന്നെ നമ്മൾ 2:1 മക്സ് പഠിച്ചു, 4:1 പഠിച്ചു, 16:1 പഠിച്ചു, 8:1 പഠിച്ചു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഡി മൾട്ടിപ്ലെക്സറും വരയ്ക്കുക. ഒന്നും കൺഫ്യൂസ്ഡ് ആവാനില്ല. S1ൻ്റെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതേപോലെ 0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ, ഇത് 1 എന്ന് പറഞ്ഞ ലൈന്, ഇത് 0 എന്ന് പറഞ്ഞ ലൈന്. അടുത്ത 1 എന്ന് പറഞ്ഞ ലൈന്, 0 എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. അതിനനുസരിച്ച് നോക്കൂ, ഡി ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ലൈൻ ഉണ്ട്. 0 0 ആകുന്ന സമയത്ത് നോക്കൂ, ഇവിടെ 0, ഇവിടെയും 0, 0 0 ആകുമ്പോൾ y0 കിട്ടി അല്ലേ. അടുത്ത് നോക്കൂ, 0 1, 0 1 ആകുമ്പോൾ y1 കിട്ടി, y1 എന്ന് നമുക്ക് കിട്ടി. അടുത്ത് നോക്കൂ, 0 0 0 1 1 0, 1 0 ആകുമ്പോൾ 1 0 ആകുമ്പോൾ 1 0 ആകുമ്പോൾ നമ്മൾ 0 0 0 1 1 0 ആകുമ്പോൾ നമുക്ക് y2 കിട്ടും. അടുത്ത് നോക്കൂ, 1 1 ആകുമ്പോൾ നമുക്ക് y3 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് വരയ്ക്കുക. ഇവിടെ എന്താ ചെയ്തത്, ഡി ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റൊരു ലൈനായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഒറ്റ ലൈനാണ് ഇവിടെ എടുത്തത്. ഡി ഇൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് വരയ്ക്കാം. നമ്മുടെ കംഫർട്ട് എന്താണോ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാം. സപ്പോസ് നിങ്ങളിങ്ങനെ കോമൺ ആയിട്ട് വരയ്ക്കുന്നതിന് പകരം എല്ലാ
ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും ഡീനിലോട്ട് എല്ലാ ആൻഡ് ഗേറ്റിലോട്ടും ഇതിൽ നിന്നും ഡീനിലോട്ട് കൊടുത്താലും കുഴപ്പമില്ല, കണക്ഷൻ ശരിയാണ്. മറിച്ച് ഇവരെന്താ ചെയ്ത് ഒന്നും കൂടി സിംപ്ലിഫൈ ആവാൻ വേണ്ടിയിട്ട് ഡി എന്ന് പറഞ്ഞൊരു ഒറ്റ കണക്ഷൻ കൊടുത്തു, ഒറ്റ ലൈനിലോട്ട് കൊടുത്തു, ആദ്യത്തെ ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. ബാക്കിയുള്ളത് എല്ലാതും അവിടെ നിന്ന് ഓരോരോ കണക്ഷൻ വലിച്ചതല്ലേ ചെയ്ത്. അങ്ങനെ ചെയ്താലും മതി. നമുക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 4:1 മൾട്ടിപ്ലക്സർ എന്ന് 4:1 ഡി മൾട്ടിപ്ലക്സർ എന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 8:1 ഡി മൾട്ടിപ്ലക്സറും വരയ്ക്കാനുണ്ട്. അതേപോലെ 16:1 ഡി മൾട്ടിപ്ലക്സറും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വരയ്ക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ മക്സിൻ്റെ 16:1 എന്നല്ല തുടങ്ങി, അവിടെ നിന്ന് സ്വന്തമായിട്ട് 16:1 വരയ്ക്കുക. ആപ്ലിക്കേഷൻസും അതുപോലെ അഡ്വാൻറ്റേജും മനസ്സിലാക്കുക. 4:2:1 ഡി മക്സ് വരയ്ക്കുക. 4:1 ഡി മക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് വരയ്ക്കുക. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കണം. മൾട്ടിപ്ലക്സർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, എല്ലാ ആൻഡ് ഗേറ്റിൽ നിന്നും എന്തിലോട്ടാണ് കൊടുത്തിരുന്നത്, ഓർ ഗേറ്റിലോട്ടല്ലേ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലായിട്ട് നമുക്കൊരു സിംഗിൾ ഗേറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. വൈ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് നമ്മൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഫൈനലായിട്ടുള്ള ഒരു സിംഗിൾ ഔട്ട്പുട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡി മൾട്ടിപ്ലക്സറിനകത്താണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നത് സിംഗിളായിട്ടുള്ള ഔട്ട്പുട്ടല്ല നമുക്ക് കിട്ടുക, ഒരുപാട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സപ്പോസ് ഇതിനകത്ത് തന്നെ നോക്കൂ, Y0, Y1, Y2, Y3 എന്ന് പറഞ്ഞാൽ 4 ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ലേ. കാരണം ഇതെന്താ, ഡി മൾട്ടിപ്ലക്സറാണ്. ദിസ് ഇസ് നോട്ട് മൾട്ടിപ്ലക്സർ, ദിസ് ഇസ് ഡി മൾട്ടിപ്ലക്സർ. സോ വിൽ ഹാവ് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ബിക്കോസ് ഡി മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് കൺവേർട്ട് 1 to many. സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 to many എന്ന് പറയാം, ഒന്ന് ഒരുപാടാക്കി തരും. അതല്ലേ ഡി മൾട്ടിപ്ലക്സർ ചെയ്യുന്നത്. മക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് എന്ത്, ഡി മൾട്ടിപ്ലക്സർ. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതുപോലെ നമുക്ക് 8:1 ഡി മൾട്ടിപ്ലക്സറും അതേപോലെ നമുക്ക് 16:1 ഡി മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യാനുണ്ട്, ഇതുപോലെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് സർക്യൂട്ട് വരച്ച് മനസ്സിലാക്കി വരയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, 16:8:1 ഡി മൾട്ടിപ്ലക്സറും അതേപോലെ 16:1 ഡി മൾട്ടിപ്ലക്സറും നമ്മൾ അടുത്ത ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുവരെയുള്ള നോട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി വെക്കുക. സോ താങ്ക് യു.